നമസ്കാരം, എല്ലാവർക്കും വീക്ക്ലി മ്യൂസിക്സിലേക്ക് സ്വാഗതം. മൈഗ്രേറ്റ് ടു ഓസ്ട്രേലിയയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും സ്വീകരണത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. കഴിഞ്ഞ എപ്പിസോഡിൽ സബ് ക്ലാസ് 189-ലും 190-ലും PR-ന് അപേക്ഷിക്കുവാനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരാമർശിച്ചത്. ഇത് കൂടാതെ മറ്റ് ചില വിസ ഓപ്ഷനുകളും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഒരു എംപ്ലോയറുടെ സ്പോൺസർഷിപ്പോ നോമിനേഷനോ ലഭിക്കുമെങ്കിൽ നിങ്ങൾക്ക് സബ് ക്ലാസ് 186 എംപ്ലോയർ നോമിനേഷൻ സ്കീം വിസയോ സബ് ക്ലാസ് 187 റീജിയണൽ സ്പോൺസേഡ് മൈഗ്രേഷൻ സ്കീം വിസയോ കൂടി നോക്കാവുന്നതാണ്. ഇവ രണ്ടും പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു എംപ്ലോയർ നിങ്ങളെ നോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന വിസകളാണ്. ഇതിൽ 187 റീജിയണൽ ഓസ്ട്രേലിയയിൽ ഉള്ള എംപ്ലോയർ ആയിരിക്കണം എന്ന് മാത്രം. ഇത് കൂടാതെ നിങ്ങൾ നിലവിൽ PR ഇല്ലാതെ മറ്റ് വിസകളിൽ റീജിയണൽ ഓസ്ട്രേലിയയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ആളാണെങ്കിൽ സബ് ക്ലാസ് 887 എന്ന ഓപ്ഷനും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ഒരു ഏജൻറ്റ് വഴിയാണ് വിസ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റ് അംഗീകൃത ഏജൻറ്റ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏജൻറ്റ് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാതെ നിങ്ങളുടേതായ റിസർച്ച് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുമല്ലോ. പലപ്പോഴും തെറ്റായ സബ് ക്ലാസ്സിൽ അപേക്ഷിക്കാതിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ആവശ്യമായ വിവരങ്ങൾ ഇമിഗ്രേഷൻ്റെയും സ്കിൽ സെലക്റ്റിൻ്റെയും വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ PR എടുക്കണമെന്ന ആഗ്രഹത്തിൽ ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പരമാവധി ശ്രമിക്കുക. ഇത് പലപ്പോഴും പരിഷ്കരിക്കുന്നതിനാൽ ചിലപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത കോഴ്സ് പിന്നീട് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ലോൺ എടുത്താണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വയ്ക്കും. അതിനാൽ കോറായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. PR ലഭിച്ചാൽ നിങ്ങൾക്ക് അനിശ്ചിത കാലത്തേക്ക് ഓസ്ട്രേലിയയിൽ താമസിക്കുവാനും ജോലി ചെയ്യുവാനും സാധിക്കും. എന്നാൽ PR-ന് ഒരു ട്രാവൽ വാലിഡിറ്റി ഉണ്ട്, 5 വർഷം. ഈ കാലയളവിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്കും പുറത്തേക്കും യഥേഷ്ടം സഞ്ചരിക്കാവുന്നതാണ്. എന്നാൽ 5 വർഷത്തിന് ശേഷം നിങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് പുറത്തു പോയാൽ തിരികെ വരണമെങ്കിൽ റെസിഡൻറ്റ് റിട്ടേൺ വിസ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. PR ലഭിച്ച് 5 വർഷം ആവുന്നതിന് മുൻപ് തന്നെ RRV പ്രോസസ്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് 5 വർഷത്തേക്ക് കൂടി ട്രാവൽ വാലിഡിറ്റി നൽകും. $410 ഇതിന് വേണ്ടി വരുന്ന ചിലവ്. 75% അപേക്ഷകളും ഒരു ദിവസത്തിൽ തന്നെ പ്രോസസ്സ് ആവുന്നതാണ്. ഇനി നമുക്ക് വിസ ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും നോക്കാം. സാധാരണഗതിയിൽ വിസ ലഭിച്ചാൽ 6 മാസത്തിനുള്ളിൽ അപേക്ഷകരെല്ലാം ഓസ്ട്രേലിയയിൽ എൻ്റർ ചെയ്തിരിക്കണം എന്നാണ്. ഇതിനർത്ഥം നിങ്ങൾ 6 മാസത്തിനകം ഓസ്ട്രേലിയയിലേക്ക് സ്ഥിരതാമസം ആവണം എന്നല്ല. 6 മാസത്തിനകം എല്ലാവരും ഓസ്ട്രേലിയയിൽ ഫസ്റ്റ് എൻട്രി നടത്തിയിരിക്കണം എന്നാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വിസ ലാപ്സ് ആയി പോകും. ഇത് നിങ്ങൾ സ്ഥിരതാമസം ആക്കാൻ ആഗ്രഹിക്കുന്ന സിറ്റിയിൽ തന്നെ വേണം എന്നില്ല. ഫസ്റ്റ് എൻട്രിക്ക് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചുപോയി സൗകര്യപൂർവ്വം വീണ്ടും തിരിച്ചു വരാവുന്നതേയുള്ളൂ. നിലവിലെ കോവിഡ് സാഹചര്യം പ്രമാണിച്ച് 6 മാസം എന്നതിന് ഇളവുകൾ ഉണ്ടാവാം. എന്നാൽ ഇത് നിരന്തരം മാറുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിസ ലഭിക്കുമ്പോൾ നിലവിലുള്ള വ്യവസ്ഥ എന്താണെന്ന് പരിശോധിച്ച് നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ വന്നിറങ്ങുന്ന സിറ്റിയും കാലാവസ്ഥയും അനുസരിച്ചുള്ള കുറച്ച് വസ്ത്രങ്ങൾ കരുതാൻ ശ്രദ്ധിക്കുമല്ലോ. എന്നാൽ ഒരുപാട് വസ്ത്രങ്ങൾ കൊണ്ടുവരാതെ ഇരിക്കുക. സാഹചര്യം അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ഇവിടെ വന്ന ശേഷം വാങ്ങുന്നതായിരിക്കും നല്ലത്. വരുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ, ചെടികളിൽ നിന്നോ മരത്തിൽ നിന്നോ ഉണ്ടാക്കിയ വസ്തുക്കൾ മുതലായവ കൊണ്ടുവരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഓസ്ട്രേലിയ അവരുടെ ബയോസെക്യൂരിറ്റിയെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ള രാജ്യമാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളോ പൂക്കളോ കായ്കളോ മൃഗങ്ങളോ തങ്ങളുടെ രാജ്യത്ത് വന്ന് നിലവിലുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എയർപോർട്ടുകളിൽ പലപ്പോഴും കർശനമായ പരിശോധനകൾ ഉണ്ടാവാം. ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ഓരോ യാത്രക്കാരനും ഒരു കാർഡ് പൂരിപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ നിങ്ങൾ കൊണ്ടുവരുന്ന വസ്തുക്കൾ ഡിക്ലെയർ ചെയ്യാം. അബദ്ധവശാൽ നിങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും വസ്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് പരിശോധിക്കുന്ന ഓഫീസർക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ആവശ്യമെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നത് എന്താണോ അത് പരിശോധിക്കുകയും വേണ്ടി വന്നാൽ കളയാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. നിങ്ങൾ അത് ഡിക്ലെയർ ചെയ്യാതിരിക്കുകയും പരിശോധനയിൽ പിടിക്കപ്പെടുകയും ചെയ്താൽ കനത്ത ഫൈനും നിയമ നടപടികളും നേരിടേണ്ടതായി വരും. ചിലപ്പോൾ ഡീപ്പോർട്ടേഷൻ തന്നെ നേരിടേണ്ടി വരാം.
അലങ്കാര സസ്യം എന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിലെത്തിയ ആഫ്രിക്കൻ പായലും മറ്റും നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. നിങ്ങൾ ഇന്ത്യൻ വിഭവങ്ങൾ ഏറെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അവ ഉണ്ടാക്കുന്നതിനാവശ്യമായ പാത്രങ്ങളും അപ്ലയൻസും നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് മിക്സി, പ്രഷർ കുക്കർ, പുട്ടുകുറ്റി, ഇഡ്ഡലിത്തട്ട് മുതലായവ. നിങ്ങൾ ഒരു പെറ്റ് ആനിമൽ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റിനെ കൊണ്ടുവരണമെങ്കിൽ അതിസങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരാം. എൻ്റെ പരിചയത്തിൽ ഇങ്ങനെ വേറൊരു രാജ്യത്ത് നിന്ന് പെറ്റ് ആനിമലിനെ കൊണ്ടുവന്ന ആരും തന്നെയില്ല. അടുത്തതായി നിങ്ങൾ ഫസ്റ്റ് എൻട്രിക്ക് വേണ്ടി താൽക്കാലികമായി അല്ലാതെ സ്ഥിരതാമസത്തിനായി ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യമായി നിങ്ങൾക്ക് വേണ്ടത് ഒരു ID പ്രൂഫാണ്. ഇതിനായി ഏറ്റവും എളുപ്പത്തിൽ സംഘടിപ്പിക്കാവുന്നത് ഒരു പ്രൂഫ് ഓഫ് ഏജ് കാർഡാണ്. മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങുവാനായി പ്രായപൂർത്തിയായി എന്ന് തെളിയിക്കുന്ന ഒരു കാർഡാണിത്. എന്നാൽ ഒരു ഫോട്ടോ ID ആയി എല്ലായിടത്തും ഇത് അംഗീകരിക്കപ്പെട്ടതാണ്. ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത പ്രോസസ്സാണ് ഉള്ളത്. അവയിലേക്ക് നയിക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലോക്കൽ ഫോൺ നമ്പർ സംഘടിപ്പിക്കുക എന്നതാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ കടകളിൽ നിന്നോ $1-2 നിങ്ങൾക്കൊരു സിം വാങ്ങുവാൻ സാധിക്കും. ഏത് പ്രൊവൈഡറുടെ സിം ആണോ വാങ്ങുന്നത് അവരുടെ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഒരു നമ്പറും പ്ലാനും തിരഞ്ഞെടുത്ത് സിം ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ താമസിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ ഏറ്റവും നല്ല കവറേജ് ലഭിക്കുന്ന പ്രൊവൈഡർ ആരാണെന്ന് നോക്കി സിം തിരഞ്ഞെടുക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യുവാൻ ഇവിടെ സ്മാർട്ട് കാർഡുകൾ ആണ് ഉപയോഗിക്കുന്നത്. ഓരോ സംസ്ഥാനത്തും ഓരോ കാർഡാണ്. ഞാൻ താമസിക്കുന്ന വിക്ടോറിയയിൽ മൈക്കി എന്ന കാർഡാണ് ഉപയോഗിക്കുന്നത്. ബസ്സിലും ട്രെയിനിലും ട്രാമിലും എല്ലാം യാത്ര ചെയ്യാൻ ഈ ഒരു കാർഡ് മതി. നേരത്തെ റീചാർജ് ചെയ്ത കാർഡ് യാത്രയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും കാർഡ് റീഡറിൽ ടാപ്പ് ചെയ്താൽ മതി. ബാലൻസ് തീരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്യാവുന്നതാണ്. ഓരോ സംസ്ഥാനത്തെയും കാർഡുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നതാണ്. ബിഗ് 4 ബാങ്കുകൾ എന്നറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് അക്കൗണ്ട് എടുക്കുന്നതാണ് നല്ലത്. NAB എന്നറിയുന്ന നാഷണൽ ഓസ്ട്രേലിയ ബാങ്ക്, കോംബാങ്ക് എന്ന് വിളിക്കുന്ന കോമൺവെൽത്ത് ബാങ്ക്, ANZ ബാങ്ക്, വെസ്റ്റ്പാക് എന്നിവയെയാണ് ബിഗ് 4 ബാങ്കുകൾ എന്ന് വിളിക്കുന്നത്. അടുത്തതായി mygov.au എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഗവൺമെൻറ് സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഒരു പോർട്ടൽ ആണിത്. ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് മെഡിക്കെയറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പെർമനൻറ്റ് റെസിഡൻസിനും പൗരന്മാർക്കും ഇവിടെ ആശുപത്രികളിൽ ചികിത്സ സൗജന്യമായി ലഭ്യമാണ്. ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കെയർ രജിസ്ട്രേഷൻ നിർബന്ധമായും വേണം. അതില്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ചികിത്സ വളരെ ചിലവേറിയ ഒരു കാര്യമാണ്. PR ഉള്ളവർക്ക് മെഡിക്കെയർ എടുക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ഉള്ള ഗവൺമെൻറ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനോടനുബന്ധമായി പറയേണ്ട ഒരു കാര്യമാണ് ആംബുലൻസ് കവർ എന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് എമർജൻസി നമ്പർ ആയ 000 വിളിച്ച് പാരാമെഡിക്സ് സപ്പോർട്ട് ആവശ്യപ്പെടാവുന്നതാണ്. എന്നാൽ ഈ ചിലവ് മെഡിക്കെയർ കവേർഡ് അല്ല. ഇത് നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായി വരും. ഇത് ഒഴിവാക്കാനായി നിങ്ങൾക്ക് ഓരോ സംസ്ഥാനത്തും ഗവൺമെൻറ്റിൻ്റെ തന്നെ ആംബുലൻസ് കവർ എടുക്കാവുന്നതാണ്. ഞാൻ താമസിക്കുന്നത് വിക്ടോറിയയിലാണ്. ഒരു വർഷത്തേക്ക് ഒരു കുടുംബത്തിന് ഏകദേശം $100 മാത്രമാണ് ഇവിടെ ഇതിനുള്ള ചിലവ്. ഇവിടെ പൗരന്മാർക്കും PR ഉള്ളവർക്കും ചികിത്സ സൗജന്യമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇതിന് ചില പരിമിതികളുണ്ട്. എല്ലാത്തരം ചികിത്സയും സൗജന്യമല്ല. ഉദാഹരണത്തിന് ഡെൻ്റൽ, ഒപ്റ്റിക്കൽ, ഫിസിയോതെറാപ്പി മുതലായവ മെഡിക്കെയർ കവേർഡ് അല്ല. അതുപോലെ നിങ്ങൾക്ക് അടിയന്തര ചികിത്സ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ ലഭിക്കാൻ കാലതാമസം നേരിടേണ്ടി വരാം. ഉദാഹരണത്തിന് മുട്ടുചിരട്ടയുടെ തേയ്മാനം. ഇത് വളരെ വേദനാജനകമാണ്. എന്നാൽ ജീവന ഭീഷണിയില്ലാത്തതിനാൽ അടിയന്തര വൈദ്യസഹായം ലഭിക്കില്ല. നിങ്ങൾക്ക് മുൻപായി വളരെയേറെ ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി ഡോക്ടറെ കാണുവാൻ തന്നെ വളരെ കാലതാമസം വന്നേക്കാം. അതുവരെ നിങ്ങൾ വേദന സഹിക്കേണ്ടതായി വരും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡോക്ടറെ കാണുവാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല.
ഇതിനുള്ള പോംവഴി പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നതാണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് പേഷ്യൻ്റായി ചികിത്സ ലഭിക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. മെഡിക്കെയർ കവർ ചെയ്യാത്ത അസുഖങ്ങൾക്ക് കവറേജും ലഭിക്കും. ഇതുകൂടാതെ നിങ്ങൾ നിശ്ചിത സംഖ്യയ്ക്ക് മുകളിൽ വരുമാനമുള്ള ഒരാളാണെങ്കിൽ ഓരോ വർഷവും നിങ്ങൾ അടയ്ക്കുന്ന ഇൻകം ടാക്സിൽ മെഡിക്കെയർ ലെവി ആയി ഒരു സംഖ്യ, ഇത് ഏകദേശം 1.5% വരും, അത് അടയ്ക്കേണ്ടതായുണ്ട്. നിങ്ങൾക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ തുക അടയ്ക്കേണ്ടതില്ല. PR ലഭിച്ച് ഓസ്ട്രേലിയയിൽ ഫസ്റ്റ് എൻട്രി നടത്തിയ ശേഷം 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് 31 വയസ്സാകുന്നതിന് മുൻപ് നിങ്ങൾ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് നിങ്ങൾ കൂടിയ പ്രീമിയം അടയ്ക്കേണ്ടതായി വരും. ഇതൊഴിവാക്കാൻ പേരിനെങ്കിലും ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായി ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ്. മിക്ക സംസ്ഥാനങ്ങളിലും നിങ്ങളുടെ വാലിഡ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 6 മാസം വരെ വാഹനം ഓടിക്കുവാൻ സാധിക്കും. എന്നാൽ ഇതിനിടയിൽ നിങ്ങൾ ഓസ്ട്രേലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാനുള്ള ഏതെങ്കിലും പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ പിന്നീട് നിങ്ങൾക്ക് ഇവിടുത്തെ ലൈസൻസ് ലഭിക്കാതെ വാഹനം ഓടിക്കുവാൻ സാധിക്കില്ല. വിവിധ ലൈസൻസ് കാറ്റഗറികളെക്കുറിച്ചും അതെടുക്കുന്ന പ്രോസസ്സിനെക്കുറിച്ചും മറ്റൊരു എപ്പിസോഡായി പറയാമെന്ന് വിചാരിക്കുന്നു. ഓസ്ട്രേലിയയിൽ ആദ്യത്തെ ജോലി കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമായൊരു പ്രക്രിയയാണ്. ഇവിടെ ഓസ്ട്രേലിയൻ ജോബ് എക്സ്പീരിയൻസിന് വളരെയധികം മൂല്യമുണ്ട്. അനവധി സ്ഥലങ്ങളിൽ നിന്ന് വന്ന വിവിധ സംസ്കാരങ്ങളുള്ള ആളുകൾ താമസിക്കുന്ന, ജോലി ചെയ്യുന്ന ഒരിടം എന്ന നിലയ്ക്ക് നിങ്ങൾ ഇവിടെ കൾച്ചറലി ഫിറ്റ് ആകുമോ എന്ന് തൊഴിലുടമകൾക്ക് ആശങ്കയുണ്ടാവാം. 3 മാസം സമയമെടുത്താണ് ഞാൻ ഇവിടെ വന്ന ശേഷം ജോലി കണ്ടെത്തിയത്. പലരുടെയും കാര്യത്തിൽ ഇത് 6 മാസത്തിന് മുകളിൽ വരെ പോകാം. ചിലപ്പോൾ 1-2 മാസത്തിൽ കിട്ടാനും മതി. ഒരു ലോക്കൽ അഡ്രസ്സും ഫോൺ നമ്പരും റെസ്യൂമിൽ ഉണ്ടാവുക എന്നത് ജോലി ലഭിക്കുവാൻ വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജോലി അന്വേഷണത്തെക്കുറിച്ച് തന്നെ ഒരു എപ്പിസോഡിൽ സംസാരിക്കുവാൻ മാത്രമുള്ളതുണ്ട്. ലിങ്ക്ഡിൻ, seek.com.au പോലെയുള്ള വെബ്സൈറ്റുകൾ ജോലി കണ്ടുപിടിക്കുവാൻ വളരെ സഹായകമാണ്. നിങ്ങൾ ഒരു ജോലി ലഭിച്ച ശേഷം അല്ല യാത്ര ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എൻട്രി നടത്തിയ ശേഷം കുടുംബത്തെ നാട്ടിലേക്ക് തിരിച്ചയച്ച് ജോലി ശരിയായതിനു ശേഷം കൊണ്ടുവരുന്നതാവും നല്ലത്. ഇന്ത്യൻ രൂപയിൽ സമ്പാദിച്ചത് ഓസ്ട്രേലിയൻ ഡോളറിൽ ചിലവാക്കുമ്പോൾ നിങ്ങളുടെ സമ്പാദ്യം വളരെ വേഗം ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരു ജോലി കിട്ടുന്നതുവരെ പിടിച്ചു നിൽക്കുവാനുള്ള കാശ് കൂടി നിങ്ങൾ കരുതേണ്ടതാണ്. ഒറ്റയ്ക്കാവുമ്പോൾ ഷെയർഡ് അക്കോമഡേഷൻ പോലെയുള്ള സൗകര്യങ്ങളിൽ ഒതുങ്ങി നിങ്ങൾക്ക് ചിലവ് കുറയ്ക്കുവാൻ സാധിക്കും. ജോലി ലഭിക്കുമ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളോട് നിങ്ങളുടെ ടാക്സ് ഫയൽ നമ്പരും സൂപ്പർ ആനുവേഷൻ ഡീറ്റെയിൽസും ചോദിക്കും. ടാക്സ് ഫയൽ നമ്പർ നമ്മുടെ നാട്ടിലെ പാൻ നമ്പറിന് പകരം ഇവിടെയുള്ളതാണ്. ATO എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിൻ്റെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സൂപ്പർ ആനുവേഷൻ നമ്മുടെ നാട്ടിലെ PFന് തുല്യമുള്ളതും. ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്നാൽ സൂപ്പർ പ്രൈവറ്റ് കമ്പനികളാണ് നടത്തുന്നത് എന്നതാണ്. ഗൂഗിൾ ചെയ്ത് ആവശ്യത്തിന് റിസർച്ച് നടത്തി നിങ്ങൾക്കൊരു സൂപ്പർ ഫണ്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ അടുത്ത് കോവിഡ് മൂലമുള്ള ചിപ്പ് ഷോർട്ടേജ് വരുന്നതുവരെ ഓസ്ട്രേലിയയിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വളരെ വില കുറഞ്ഞ് ലഭിക്കുമായിരുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെയധികം സമയമെടുക്കുമെന്നതിനാൽ മിക്കവരും സ്വന്തം വാഹനത്തിലാണ് യാത്ര ചെയ്യാറ്. ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് ഒരു വാഹനം വളരെ അത്യാവശ്യമായ ഒന്നായിരിക്കും. നിങ്ങൾ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് വായ്പ എടുക്കേണ്ടതുണ്ടെങ്കിൽ നല്ല ഒരു തുക നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റായി ഇടേണ്ടതായി വരും. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്തവർക്ക് പലിശ കൂടുതലായിരിക്കുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ നല്ല ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാർ ലോൺ എടുത്ത് കൃത്യമായി അടച്ചു തീർക്കുക. അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് എല്ലാ എക്സ്പെൻസുകളും അതിൽ നിന്ന് ചിലവാക്കി കൃത്യമായി തിരിച്ചടച്ച് 3-4 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഹിസ്റ്ററി ഉണ്ടാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഭാവിയിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കൾച്ചർ ഷോക്കുകളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും weekly.musings@hotmail.com എന്ന ഇമെയിൽ ഐഡിയിലോ ഫേസ്ബുക്ക് പേജിലോ ട്വിറ്ററിലോ ഇൻസ്റ്റഗ്രാമിലോ എന്നെ അറിയിക്കാവുന്നതാണ്.
പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീക്ക്ലി മ്യൂസിക്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ.